എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് ക്ലാഷ് റിലീസിനെത്തി വമ്പൻ ബോക്സ് ഓഫീസ് വിജയമായി മുന്നേറുന്ന രണ്ട് സിനിമകളാണല്ലോ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയും ആവേശം എന്ന സിനിമയും. ഈ രണ്ട് സിനിമകളുടെ 12 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും അതുപോലെ തന്നെ 13 ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. അതിൽ ആദ്യത്തെ സിനിമ ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഏപ്രിൽ മാസം 11 തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആവേശം. വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷനുമായി വിഷുവിനറായ സിനിമ കൂടിയായിരുന്നല്ലോ ആവേശം. ചിത്രം ഇതാ 13 ദിവസമായി ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതിനു മുമ്പ് തന്നെ ചിത്രത്തിന്റെ 12 ദിവസം ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും പുറത്തു വരുമ്പോൾ 12 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3 കോടിക്ക് മുകളിൽ രൂപയായിരുന്നു ചിത്രം ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. ഇതോടുകൂടി 12 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 42 കോടി 30 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 12 ദിവസമായി ഇന്നലെയും ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 4 കോടി 30 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നു. ഇതോടുകൂടി 12 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 96 കോടി രൂപയാണ് ചിത്രം ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ 13 ദിവസമായി ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 13 ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടി 49 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വരുന്നത്. ഇന്നലെ 1 കോടി 63 ലക്ഷം രൂപ കേരള ട്രാക്കിംഗ് കളക്ഷൻ നേടിയ സിനിമ 13 ദിവസമായി ഇന്നും ചിത്രത്തിന് സമാനമായിട്ടുള്ള ഒരു ഹോൾഡ് നിലനിർത്താൻ സാധിച്ചിരിക്കുകയാണ്. ഇന്ന് 1 കോടി 49 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്കിംഗ് കളക്ഷൻ നേടിയ സിനിമ 13 ദിവസമായി ഇന്നും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ 2.5 കോടി 3 കോടി റേഞ്ചിൽ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 13 ദിവസം കൊണ്ട് 45 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നും ചിത്രത്തിന് 4 കോടി 4.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് വേൾഡ് വൈഡ് കളക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. ഫഹദ് ഫാസിലിന്റെ ആദ്യത്തെ മലയാള സിനിമയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇന്ന് 100 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ വലിയ താരനിരകളുടെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. വിഷു ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം മുതൽ ഗംഭീരമായ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിരുന്നത്. ചിത്രത്തിന്റെ 12 ദിവസം ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും പുറത്തു വരുമ്പോൾ 12 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 1 കോടിക്ക് മുകളിൽ രൂപയായിരുന്നു ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. അങ്ങനെ 12 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 29 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 69 കോടിക്ക് മുകളിൽ രൂപയായിരുന്നു ചിത്രം ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. അതേസമയം ചിത്രത്തിന്റെ 13 ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 12 ദിവസം 62 ലക്ഷത്തിന് മുകളിൽ രൂപയായിരുന്നു ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനെങ്കിൽ 13 ദിവസമായി ഇന്നത്തെ കളക്ഷനിലേക്ക് വരുമ്പോൾ ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 52 ലക്ഷമാണ് ചിത്രത്തിന്റെ 13 ദിവസമായി ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നും ചിത്രത്തിന് 1 കോടിക്ക് മുകളിൽ രൂപ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടുന്നതാണ്. അങ്ങനെ 13 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 30 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം 13 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 71 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. ഇക്കഴിഞ്ഞ 13 ദിവസത്തിനുള്ളിൽ തന്നെ ഏറ്റവും കുറവ് കളക്ഷൻ നേടിയ ദിവസവും ഇന്ന് തന്നെയായിരിക്കും. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.